നേതാവ് VS ചന്ദ്രശേഖരനെതിരായ ആലുവയിലെ നടിയുടെ പീഡന പരാതി വ്യാജമെന്ന് പോലീസ്. പരാതിക്ക് പിന്നിൽ നടിയുടെ മുൻവൈരാഗ്യമെന്നുള്ളതാണ് പോലീസിന്റെ റിപ്പോർട്ട്. പരാതി പോലീസ് എഴുതിത്തള്ളിയിരിക്കുന്നു. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, ആരുടെ ഗൂഢാലോചന, എങ്ങനെ ഉയർന്നുവന്ന പരാതി എന്നുള്ള കാര്യം കൂടി പോലീസിന് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? ഈ എഴുതിത്തള്ളാൻ കാരണമാകുന്ന എവിടെയാണ് പോലീസിന് ഇക്കാര്യം വ്യക്തമാകുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ഉണ്ടായ ഒരു സീരീസ് ഓഫ് പീഡന പരാതികളാണ് ഈ ആലുവയിലെ നടി ഉന്നയിച്ചത്. അതിലൊന്നായിരുന്നു കോൺഗ്രസ് നേതാവ് VS ചന്ദ്രശേഖരനെതിരായ ആരോപണം. കൊച്ചി മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നതായിരുന്നു ആരോപണം. അതായത് ഒരു സിനിമാ നിർമ്മാതാവിന് ഈ നടിയെ പീഡിപ്പിക്കാനുള്ള അവസരമൊരുക്കി എന്നതായിരുന്നു ചന്ദ്രശേഖരനെതിരെ ഈ നടി ആരോപിച്ചത്. ആ ആരോപണങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ച ശേഷമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതി തന്നെ വ്യാജമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്ന. ആ റിപ്പോർട്ടിൽ പോലീസ് വ്യക്തമാക്കുന്നത് ഈ നടിക്ക് VS ചന്ദ്രശേഖരൻ, അദ്ദേഹം നേരത്തെ ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ആരോപണം വരുന്നത്. ഈ ചന്ദ്രശേഖരനോട് നടിക്ക് പൂർവ്വ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം ഉള്ളത് കൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഈ ലൈംഗിക ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ചന്ദ്രശേഖരനെ കൂടി ഈ കേസിൽ കുടുക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യാജ പരാതി ഉന്നയിച്ചു എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. പത്തനംതിട്ട അഡീഷണൽ SP ആയിട്ടുള്ള PV ബേബിയാണ് ഈ അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ ആ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിന് ശേഷം ചന്ദ്രശേഖരന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ചന്ദ്രശേഖരൻ പ്രധാനമായും പറയുന്നത് ഈ പൂർവ്വ വൈരാഗ്യം എന്നതിനപ്പുറത്ത് കോൺഗ്രസിലെ തന്നെ ചിലരാണ് തനിക്കെതിരായി ഈ നീക്കത്തിന് പിന്നിൽ എന്നതാണ് VS ചന്ദ്രശേഖരന്റെ ആരോപണമായിട്ടുള്ളത്. ഈ നടിക്ക് പിന്നിൽ ചിലരുണ്ട്, അവരാരൊക്കെ എന്ന് തനിക്കറിയാം എന്നുകൂടി ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതി വന്നതിന് ശേഷം ലോയേഴ്സ് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. മറ്റ് പല സംഘടനകളുടെയും പ്രധാനപ്പെട്ട സ്ഥാനത്തെല്ലാം ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നിന്നെല്ലാം അദ്ദേഹത്തിന് മാറേണ്ടി വന്നു. ഈ പരാതിയിലൂടെ തന്നെ ഈ ലോയേഴ്സ് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നടത്തിയ ചില നീക്കങ്ങളാണ് ഉണ്ടായത് എന്നതാണ് ചന്ദ്രശേഖരന്റെ ആരോപണം. എന്തായാലും KPCC നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച പരാതി നൽകും, അല്ലെങ്കിൽ KPCCയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നതാണ് ഇപ്പോൾ ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നത്.